ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായ ട്രെൻഡുകൾ തന്നെയാണ് വരുന്നത്. പോസ്റ്റൽ വോട്ടുകളിലും ആര്യാടൻ ഷൗക്കത്ത് മുന്നേറുന്നു എന്നതാണ് പുതിയ സാഹചര്യം. 100-ലധികം വോട്ടുകളിലേക്ക് ഷൗക്കത്ത് ഉയരുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അങ്ങനെ ഷൗക്കത്ത് പോസ്റ്റൽ റിപ്പോർട്ടുകളിലും ഉയരുന്നു എന്നതാണ് സാഹചര്യം. വോട്ടിംഗ് നില ഉയരുന്നു. ഷൗക്കത്ത് 32 വോട്ടുകൾക്ക് മുന്നിലാണ്. ഇനിയും ഷൗക്കത്തിന് 100-ന് മുകളിൽ ഷൗക്കത്തിന്റെ വോട്ട് ഭൂരിപക്ഷം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതാണ്ട് 183 വോട്ടുകൾക്ക് ഷൗക്കത്ത് മുന്നിലാണ് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് അനൌദ്യോഗികമായി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പോസ്റ്റൽ സർവീസ് വോട്ടുകളുടെ ഫലസൂചനകളാണ് എന്നതുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. വഴിക്കടവാണ് ആദ്യം എണ്ണുന്നത്. ആദ്യത്തെ 14 ബൂത്തുകൾ ആദ്യ റൗണ്ടിൽ വഴിക്കടവാണ്. വഴിക്കടവിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ അപ്പോഴും 183 രഞ്ജിത്തെ, ഇത് പോസ്റ്റൽ വോട്ട് മാത്രമാകാൻ സാധ്യത. വഴിക്കടവാണ്. വഴിക്കട 230 3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് UDF സ്ഥാനാർത്ഥി എത്തുമോ വഴിക്കടവിലെ ആദ്യത്തെ 4 റൗണ്ടിൽ? അതാണ് ചോദ്യം. 231 വോട്ടുകൾക്ക് മുന്നിൽ ആര്യാടൻ ഷൗക്കത്ത് എത്തുന്നു. 231 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. ഒരു ട്രെൻഡിന്റെ സൂചനയായി ഒരു പക്ഷേ ഇതിനെ കാണേണ്ടി വരും. തുടക്കത്തിലുള്ള ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് ശേഷം ദാസ്വരാജ് പിന്നിലേക്ക് പോകുന്നു. 231 എന്ന ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു. ഒരു ലീഡ് നിലയിലേക്ക് എത്തുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇതൊരു ട്രെൻഡാണോ എന്നത് കാത്തിരുന്ന് കാണണം. തുടക്കത്തിൽ 8-15 ആയിട്ടേ ഉള്ളൂ. ഇതിനകം നമുക്ക് ലഭിക്കുന്ന ഫലസൂചനകൾ അങ്ങനെയാണ്. 231 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നുണ്ട്. 8:30യോടുകൂടി വഴിക്കടവിലെ ചിത്രം വ്യക്തമാകും. നമുക്കറിയാൻ കഴിയും ഏത് തരത്തിലുള്ള അവകാശവാദമാണെന്നുള്ളത്. 231 ഷൗക്കത്ത് മുന്നിൽ നിൽക്കുന്നു. ഈ 4 റൗണ്ടിൽ 3000 കടക്കുമോ UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കടന്നിരിക്കുന്നു. 231ലേക്ക് ആര്യാടൻ ഷൗക്കത്ത് അതാണ് 231ലേക്ക് പോസ്റ്റൽ വോട്ടുകൾ തന്നെ ചില സൂചനകളാണ് പങ്കുവെക്കുന്നത്. പരമ്പരാഗതമായി പോസ്റ്റൽ വോട്ടുകളിൽ ഇടതിന് അനുകൂലമായ ഒരു ട്രെൻഡ് കാണിക്കാറുണ്ട്. പക്ഷേ ഇത് പോസ്റ്റൽ വോട്ടുകളുടെ ഫലത്തിൽ തന്നെ ഇവിടെ 230ലേക്ക് ആര്യാടൻ ഷൗക്കത്ത് കുതിച്ചു വരുന്നു. അങ്ങനെയെങ്കിൽ ഇതൊരു ട്രെൻഡിന്റെ സൂചനയാണോ? അത് ഒരു പങ്കുവെക്കപ്പെടണം. 232 എന്നത് കണക്കിലേക്ക് വരുന്നു. 231 നിന്നും 232ലേക്ക് ഷൗക്കത്ത് കുതിച്ചു വരികയാണ് പോസ്റ്റൽ വോട്ടുകളുടെ കണക്കിൽ. അങ്ങനെയെങ്കിൽ ഇതൊരു ട്രെൻഡിന്റെ സൂചനയാണോ? പറയാറില്ല. വലിയ ഭൂരിപക്ഷം 10 തൊട്ട് 15 വരെയുള്ള ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ള ഒരു പ്രാക്ടിക്കൽ കണക്കുകളൊക്കെ ആശ്വാസകരമായ ലീഡ് നിലയിലേക്ക് ഷൗക്കത്ത് എത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് AP അനിൽകുമാർ ഒക്കെയുള്ള UDF ഓഫീസിൽ പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനമൊക്കെ കാണുന്നുണ്ട്. അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. ഇപ്പോൾ 232 എന്നത് അല്പം കൂടി മുകളിലേക്ക് പോയി ഉള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആര്യാടൻ മുഹമ്മദിന് 284ലേക്ക് ഷൗക്കത്ത് ഉയരുന്നു. ഷൗക്കത്തിന്റെ ലീഡ് നില 284 പോസ്റ്റൽ വോട്ടുകളിൽ വലിയ ആധിപത്യം ഷൗക്കത്തിന് ഉണ്ടാകുന്നു എന്നതാണ് ചിത്രം. 1403 വോട്ടുകളാണ്.